നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ ഈ അടുത്തുണ്ടായ സന്ദർശനമാണ് ചർച്ചകളിൽ ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിടക്കാനായി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഒരുക്കിയത് 30,000 രൂപ വിലയുള്ള കയർ ഫെഡ് കിടക്കയായിരുന്നു. കട്ടിയുള്ള കിടക്ക ഒരുക്കണമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇത്രയും വില കൂടിയ ഒരു മെത്ത വാങ്ങിയത്. എന്നാൽ വ്രതമായതിനാൽ തറയിൽ കിടക്കുവാനുള്ള കട്ടിയുള്ള കിടക്കയായിരുന്നു ഉദ്ദേശിച്ചത്. അങ്ങനെ മികച്ച കിടക്കയുമായി കാത്തിരുന്ന ഗസ്റ്റ് ഹൗസ് ജീവനക്കാരെ ഞെട്ടിച്ച് മോദി തറയിൽ യോഗ മാറ്റ് വിരിച്ച് കിടന്നുറങ്ങി. സാധാരണ പുതപ്പായിരുന്നു അതിന് മുകളിൽ വിരിച്ചത്. മോദിയുടെ സന്ദർശനം അക്ഷരാർത്ഥത്തിൽ ഗസ്റ്റ് ഹൗസിലുള്ളവർക്ക് പുതുമയുള്ള ഒരു അനുഭവമായിരുന്നു. മോദി കരിക്കിനോട് കാണിച്ച താല്പര്യവും ജീവനക്കാർ ഏറ്റെടുത്തു. 20 നാടൻ കരിക്കുമായിട്ടാണ് കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് മോദി മടങ്ങിയത്. വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് അടുക്കളയിൽ ഒരുക്കിയത്. ഇതുമായി എത്തിയ ജീവനക്കാരോട് ആഹാരം വേണ്ടെന്നും കരിക്കിൻ വെള്ളവും പഴവും മതിയെന്ന് പ്രധാനമന്ത്രി അറിയിക്കുകയുമായിരുന്നു. പ്രധാനമന്ത്രിക്കൊപ്പം എത്തിയ കമാൻഡർ അടക്കമുള്ളവരും സസ്യാഹാരം മാത്രമാണ് കഴിച്ചത്. പ്രധാനമന്ത്രിയുടെ വ്രതമായിരുന്നു ഇതിനുള്ള കാരണം. ഗസ്റ്റ് ഹൗസിലെ 8ാം നിലയിലെ സ്യൂട്ടിലായിരുന്നു മോദിയുടെ താമസം. ഇതേ നിലയിൽ തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും പരിപാടികളിൽ പങ്കെടുത്ത ശേഷം തങ്ങുന്നത്. അതീവ സുരക്ഷയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ നിലയിലെ തറയിലായിരുന്നു മോദിയുടെ രാത്രി ഉറക്കം നടത്തിയത്. ഗസ്റ്റ് ഹൗസിൽ എത്തിയപ്പോൾ തന്നെ മോദിക്ക് ജീവനക്കാർ കുടിക്കാൻ കരിക്ക് നൽകി. ഈ കരിക്കിൻ വെള്ളത്തിന്റെ രുചി മോദിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. ഇത് പ്രധാനമന്ത്രി ജീവനക്കാരെ അറിയിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ഉടനീളമുള്ള യാത്രകളിൽ കരിക്ക് കുടിക്കാറുണ്ട്, എന്നാൽ ഇതുപോലെ രുചിയുള്ള കരിക്ക് ഇതുവരെ കുടിച്ചിട്ടില്ല. ഇതായിരുന്നു മോദി പറഞ്ഞത്. ഇതോടൊപ്പം കൊണ്ടുപോകാനായി 20 കരിക്കും ആവശ്യപ്പെട്ടു. ഗസ്റ്റ് ഹൗസ് ജീവനക്കാർക്ക് പുറത്തിറങ്ങാൻ സുരക്ഷാ കാരണങ്ങളാൽ അനുമതിയില്ല. അതുകൊണ്ട് തന്നെ അവർ പോലീസിനെ കാര്യം അറിയിച്ചു. മറൈൻ ഡ്രൈവിൽ നിന്നും കരിക്ക് വാങ്ങി ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചത് കേരള പോലീസാണ്. ആ കരിക്കുമായിട്ടാണ് മോദി കൊച്ചിയിൽ നിന്നും മടങ്ങിയത്. മോദി തറയിൽ കിടന്നുറങ്ങിയത് കണ്ട് ജീവനക്കാർ അക്ഷരാർത്ഥത്തിൽ ഒന്ന് ഞെട്ടി. മുമ്പൊന്നും ഇതിന് സമാനമായ ഒരു അനുഭവം ഗസ്റ്റ് ഹൗസ് ജീവനക്കാർക്ക് ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. മോദിക്കായി ജാക്കറ്റും ഡൽഹിയിൽ നിന്നും കൊണ്ടുവന്നു. ഈ ജാക്കറ്റ് തേച്ച് വൃത്തിയാക്കി നൽകിയതും ഗസ്റ്റ് ഹൗസിലെ ജീവനക്കാർ തന്നെ. ഈ ജാക്കറ്റും ഇട്ടുകൊണ്ടായിരുന്നു ഗുരുവായൂരിലേക്ക് മോദി യാത്ര ചെയ്തത്. ഭക്ഷണം പാകം ചെയ്യുവാനും വിളമ്പാനുമെല്ലാം പ്രത്യേക ടീമിനെ തന്നെ ഒരുക്കി. മറ്റ് ഗസ്റ്റ് ഹൗസുകളിൽ നിന്നും ആളെ എത്തിക്കുകയും ചെയ്തു. 120ഓളം പേർ ഇതിനായി നിയോഗിക്കപ്പെട്ടു. നുറുക്ക് ഗോതമ്പ് പായസവും മോദിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഗുരുവായൂരിൽ നിന്നും തിരികെ കൊച്ചിയിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ ഗസ്റ്റ് ഹൗസിലേക്ക് വരികയാണെങ്കിൽ നാടൻ സദ്യയും ജീവനക്കാർ ഒരുക്കിയിരുന്നു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കായി എങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്രതം എടുക്കുന്നത് എന്നതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നത് ഗസ്റ്റ് ഹൗസ് താമസത്തിലൂടെയായിരുന്നു. മോദി താമസിച്ച എറണാകുളം സർക്കാർ ഗസ്റ്റ് ഹൗസിൽ കിടന്നുറങ്ങിയത് നിലത്ത് യോഗ മാറ്റ് വിരിച്ചായിരുന്നു. കാഴ്ചതാകട്ടെ കരിക്കൻ വെള്ളവും പഴങ്ങളും മാത്രം. വ്രതത്തിലായതുകൊണ്ടാണ് പ്രധാനമന്ത്രി ബെഡ് ഉപയോഗിക്കുകയോ മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുകയോ ചെയ്യാതിരുന്നത്. ഡ്രാഗൺ, ആപ്പിൾ, ഈത്തപ്പഴം, മുന്തിരി, പേരയ്ക്ക, മാതളം, ഓറഞ്ച് എന്നീ പഴങ്ങളാണ് മോദിക്ക് നൽകിയത്. പ്രധാനമന്ത്രിക്കായി കേരള, നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾ തയ്യാറാക്കിയിരുന്നു. വെൽക്കം ഡ്രിങ്കായി കരിക്കിൻ വെള്ളമാണ് നൽകിയത്. പ്രധാനമന്ത്രിക്ക് വേണ്ടി കിങ് സെഡ് ബെഡ് തയ്യാറാക്കിയിരുന്നു. എങ്കിലും നിലത്ത് വുഡൻ ഫ്ലോറിൽ യോഗ മാറ്റ് വിരിച്ച് അതിൻ്റെ മുകളിൽ ബെഡ്ഷീറ്റ് വിരിച്ചുകൊണ്ട് കിടന്നുറങ്ങിയത് എല്ലാവർക്കും, അതായത് കേരളത്തിലുള്ളവർക്കും ഒരു അത്ഭുതമായി മാറി. കേരള സന്ദർശനത്തിന് 16-ന് രാത്രി 8-നായിരുന്നു പ്രധാനമന്ത്രി എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ എത്തിച്ചേർന്നത്. പിറ്റേ ദിവസം പുലർച്ചെ 4:30 ഉണർന്ന് ചൂടുവെള്ളം കുടിച്ച ശേഷം യോഗ ചെയ്ത് എല്ലാ ജീവനക്കാർക്കും നന്ദി പറഞ്ഞാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ ഫോട്ടോ എടുത്തതുമില്ല. മോദിയെ സ്വീകരിക്കുവാനും യാത്ര അയക്കുവാനും ഇത്തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വിമാനത്താവളത്തിലേക്ക് പോയി എന്നതും പ്രത്യേകത തന്നെ. മറ്റൊരു പ്രധാന പരിപാടി മാറ്റിവെച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയെ കാണൽ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കൂടെ ഉണ്ടായിരുന്നു. പഴുതടുത്ത സുരക്ഷയായിരുന്നു SPG ഒരുക്കിയതും. കേരള കേഡർ ADGP-ആയ സുരേഷ് രാജ് പുരോഹിതനായിരുന്നു മേൽനോട്ട ചുമതല. എല്ലാ അർത്ഥത്തിലും ചർച്ചയാക്കിയാണ് കൊച്ചിയിൽ നിന്നും മോദി മടങ്ങിയത്. ജനുവരിയിൽ മോദിയുടെ കേരളത്തിലേക്കുള്ള 2ാം വരവായിരുന്നു അത്. ആദ്യ വരവിൽ സ്വീകരിക്കാൻ പിണറായി എത്തിയിരുന്നില്ല. തൃശൂരിൽ BJP പരിപാടിക്ക് ജനുവരിയിൽ ആദ്യം എത്തിയ മോദി അന്ന് തന്നെ ഡൽഹിയിലേക്ക് മടങ്ങിയിരുന്നു.
ഇത്തവണ കൂടുതൽ വിപുലമായ പരിപാടികൾ തയ്യാറാക്കിയായിരുന്നു മോദി എത്തിയത്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് തൃപ്രയാർ ക്ഷേത്രത്തിൽ മോദി സന്ദർശനം നടത്തിയത്. കേരളത്തിലെ പ്രധാന രാമക്ഷേത്രമാണ് തൃപ്രയാർ. കേരളീയരും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ആചാരപരമായ ചടങ്ങുകൾ നിർവഹിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇതിനൊപ്പം രാഷ്ട്രീയവും വികസനവും ചർച്ചയാക്കി ഗുരുവായൂരിലെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനും മോദി ഉയർത്തിയത് അയോധ്യയിലെ പ്രാധാന്യവും തന്നെ. BJP നേതാവും നടനുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വധൂവരന്മാരെ അനുഗ്രഹിച്ചത് അക്ഷതം നൽകിയായിരുന്നു. ഭാഗ്യ സുരേഷിന്റെ താലികെട്ട് ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം തൊട്ടടുത്തുള്ള വേദിയിൽ നടന്ന താലികെട്ട് ചടങ്ങിലെ 10 നവദമ്പതികളെ അക്ഷതം നൽകിയാണ് അനുഗ്രഹിച്ചത്. വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ താരനിരയെയും മോദി കണ്ടു. സുരേഷ് ഗോപി ഓരോരുത്തരെയെ പരിചയപ്പെടുത്തി. എന്നാൽ ചിലരെ മോദിക്ക് നേരിട്ടറിയാമായിരുന്നു. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പിന്നെ ഖുശ്ബുവിനെയും മോഹൻലാലിനെ കണ്ടതും മോദി കുശലാന്വേഷണത്തിലായി. എല്ലാവർക്കും നൽകിയതുപോലെ തന്നെ അക്ഷതവും നൽകി. മമ്മൂട്ടിയെയും മോദിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിനും അക്ഷതം നൽകിയായിരുന്നു മോദി സ്വീകരിച്ചത്. പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് അയോധ്യയിൽ പൂജിച്ച അക്ഷതമാണ് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് പ്രധാനമന്ത്രി മോദിയിൽ നിന്നും മമ്മൂട്ടി അടക്കം ഏറ്റുവാങ്ങിയത്. ഭാര്യ സെൽഫത്തും അക്ഷതം സ്വീകരിച്ചു.